അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ജർമ്മനിയിലോട്ട് വന്നത്, എന്താണ് ഇവിടെ ചെയ്യുന്നത്, അതിനൊക്കെ പറ്റിയിട്ടൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ ജർമ്മനിയിലോട്ട് വന്നത് കഴിഞ്ഞ കൊല്ലമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 കൊല്ലം ആവാറായി. ഞാൻ ഇവിടെ ഹൗസ് ബിൽഡിംഗ് ആണ് ചെയ്യുന്നത്, നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ്. അപ്പോൾ ഞാൻ ജർമ്മൻ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് എൻ്റെ +2 കഴിഞ്ഞപ്പോഴാട്ടോ. ഞാൻ 2020 പാസ് ഔട്ടാണ്. അതിനുശേഷം കൊറോണ സമയത്തായിരുന്നു. അപ്പോൾ ലേറ്റ് ആയിട്ടാണ് +2 പാസ് ഔട്ട് ആയത്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആണ് ബെറ്റർ എന്ന് വിചാരിച്ച് ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓഫ്ലൈൻ ക്ലാസ് ആയിരിക്കും നല്ലതെന്ന് വിചാരിച്ച് നമ്മൾ ഓഫ്ലൈനായിട്ട് കോതമംഗലം ഹെൽവേഷ്യ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാട്ടോ പഠിച്ചത്. അങ്ങനെ ഏകദേശം ഒരു 1.5 കൊല്ലം എടുത്ത് നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് ലോക്ക്ഡൗണും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് അങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എക്സാംസിൻ്റെ ഡേറ്റും കിട്ടാൻ നല്ല ലാഗായിരുന്നു. അപ്പോൾ ഒരു 2 കൊല്ലം അതിന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ പാസ് ഔട്ട് ആയിട്ടും ഒരു 7 മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയുള്ള ഒരു ഏജൻറ്റ് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത്. ഞങ്ങൾ 4 പേര് കൂടിയായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒരു പ്രൈവറ്റ് ആർബൈറ്റ്സ്കേബറാണ്. ആർബൈറ്റ്സ്കേബർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ജോലി തരുന്ന ആൾ. നമുക്ക് പ്രൈവറ്റാന്ന് നാട്ടിൽ നിന്ന് ചെറുതായിട്ട് അറിയായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു 1000-1200 സ്റ്റൈഫൻഡ് ഫസ്റ്റ് ഇയർ തന്നെ കിട്ടും എന്നാണ് നമ്മൾ വന്നപ്പോൾ വിചാരിച്ചത്. പക്ഷെ നമുക്ക് അത്രയും സ്റ്റൈഫൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രൈവറ്റ് ഇതായതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 900 ആ ഒരു റേഞ്ചിൽ നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ റെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് പോവും. നമുക്ക് സേവ് ചെയ്യാൻ അത്രയും തന്നെ എല്ലാവരുടെ അത്രയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് മാറാൻ പറ്റിയത്. നമുക്ക് വേണമെങ്കിൽ 6 മാസത്തിനുള്ളിൽ നമുക്കിവിടെ പ്രോബേസ് സൈറ്റ് എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. അതിൽ നമ്മളുടെ ആർബൈറ്റ്സ്കേബറിന് നമ്മളെയോ അല്ലെങ്കിൽ നമുക്ക് ഒരു കാരണം കൂടാതെ അവിടെ നിന്ന് പോരാൻ പറ്റും. വേറൊരു ബെറ്റർ ഓപ്ഷൻ കിട്ടാണ്ട് നമുക്ക് മാറാൻ പറ്റും. പക്ഷെ നമ്മൾ മാറിയില്ല. കാരണം നമ്മൾ അവരുടെ ഒരു വീട്ടിലാണ് നിന്നുകൊണ്ടിരുന്നത്. അവർ തന്നൊരു വീട്ടിലാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വീട് ഇവിടെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് ജർമ്മനിയിൽ. നമ്മളിപ്പോൾ സിറ്റി തന്നെയാണ്, ഡോട്ട്മുണ്ട് എന്ന് പറയും, അവിടെ സിറ്റി തന്നെയാണ്. അപ്പോൾ അവിടെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളിങ്ങനെ ലാഗടിച്ച് നിന്നു. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ നമുക്ക് മതിയായിട്ട് നമ്മൾ വീട് ആദ്യം നോക്കി. അതിനുശേഷം നമുക്കിവിടെ റിസൈൻ ചെയ്യാം. നമ്മൾ ഇവിടെ ആർബൈറ്റ്സ്കേബറിന് റിസൈൻ ചെയ്തു. അങ്ങനെ ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആവോ എന്ന് പറഞ്ഞൊരു ബെട്രീബാട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അത്യാവശ്യം എല്ലായിടത്തും ഉള്ള ഒരു ബെട്രീബാണ് ആവോ. അതേപോലെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ അത്യാവശ്യം പേരുള്ള ഒരു ബെട്രീബിലോട്ട് വരാൻ അല്ലെങ്കിൽ ആർബൈറ്റ്സ്കേബറിനെ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും കറക്റ്റായിട്ട്. ഇവിടെ സ്റ്റൈഫൻഡ് കൂടാതെ തന്നെ നമുക്ക് വയനാട്സ്കൽഡ് എന്ന് പറയും. ഇവിടെ ക്രിസ്മസിന് നമുക്ക് ആഘോഷിക്കാനും അതേപോലെ നമുക്ക് വെക്കേഷൻ ഉണ്ടെങ്കിൽ അതിന് ചിലവാക്കാനൊക്കെ ആയിട്ട് ഇവർ ഒരു ചെറിയ പോക്കറ്റ് മണി പോലെയൊക്കെ തരുന്നുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇയർ അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടോട്ട് മാറിയപ്പോൾ അത് ഓരോ ബെട്രീബും ഓരോ രീതിയിലാണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടോട്ട് മാറിയപ്പോൾ അതനുസരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹൗസ് ബിൽഡിങ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റാണ്. കാരണം നാട്ടിൽ അത്ര സ്ട്രെസ്സും കാര്യങ്ങളും ഇല്ല. ഇവിടെ ലാംഗ്വേജ് ഇല്ലാതെ തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ അടിപൊളിയാണ് ഇവിടെ. കാരണം നാട്ടിൽ കുറേ അസൈൻമെൻറ്റ്സിനെ പറ്റുന്നുണ്ട്. കുറേ അസൈൻമെൻറ്റ്സ് എപ്പോഴും എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അത്രയും തന്നെ ഇല്ല. ഇവിടെയും പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഓരോ ക്ലാസ് കഴിയുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് എന്നാണ് പറയുന്നത്. ഓരോ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അത് ബ്ലോക്ക് എന്നും പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് കഴിയുമ്പോൾ നമുക്ക് ഓരോ പ്രൊജക്റ്റൊക്കെ വീതം. നാട്ടിൽ അത്രയും തന്നെ ഇവിടെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ അത്യാവശ്യം നല്ല ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഷൂളിലെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ട്. കാരണം നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞവർക്ക് അവർ കുറച്ചുകൂടി പരിഗണന തരുന്നുണ്ട്. പിന്നെ നമുക്കൊന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ നാട്ടിലെ പോലെ സ്റ്റാഫ് റൂമിൽ വന്ന് ചോദിക്കാനും അങ്ങനെ നമുക്ക് പ്രത്യേക കെയർ ഒക്കെ തരുന്നുണ്ട് കേട്ടോ. ഇവിടോട്ട് ജർമ്മനിയിലോട്ട് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വരുന്ന സമയത്ത് ഞാനിങ്ങനെ നാട്ടിൽ നിന്ന് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ കൾച്ചർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചിലവർക്കൊക്കെ റേസിസ് ഉണ്ടാവും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും തന്നെ ഇല്ല. എല്ലാ ക്ലാസ്സിലും ഓരോ കീടാണുക്കളൊക്കെ ഉണ്ടാവില്ല. അതേപോലെ ഞങ്ങളുടെ ക്ലാസ്സിൽ 1-2 പേര്, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റാണ്. ക്ലൈമറ്റ് ഒന്നും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. മഞ്ഞ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തണുപ്പുണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഫോണിൽ എപ്പോഴും വെതർ നോക്കിയിട്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. എപ്പോഴാണ് മഴ പെയ്യുക എപ്പോഴാണ് വെയിൽ കളിയാവുമെന്ന് അറിയില്ല. പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും എല്ലാം വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഇവിടെ പുറത്തിറങ്ങാൻ. അത് ഇവിടുത്തെ ജർമ്മൻകാർ തന്നെ നമ്മളുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ വെതർ ഭയങ്കര മോശമാണ്. അവർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിൽ അവർ സംസാരിക്കാറ്.
എനിക്ക് ജർമ്മൻസിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. മിക്കവരും തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അറിയാത്തവരുടെ അടുത്തായാലും ഹലോ, ഹായ്, ഒരു വിഷ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതെനിക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം അതൊരു പോസിറ്റീവ് ഒരു വൈബാണ്. നമ്മളിപ്പോൾ ഒരാൾക്ക് അറിയില്ലെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്തായാലും അവർ നമ്മളെ കാണുമ്പോൾ മൈൻഡ് ആക്കും. അങ്ങനെ ജാട അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മിക്കവരും തന്നെ അങ്ങനെയാണ്. ഒരു ലിഫ്റ്റിൽ കയറിയാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കിയിട്ട് ഒന്ന് വിഷ് ചെയ്യും. അത് ഭയങ്കര നല്ല അടിപൊളി കാര്യമാട്ടോ ഇവിടെ. പിന്നെ നമ്മുടെ ജോലി സ്ഥലത്തായാലും ഇവർക്കൊക്കെ നമ്മുടെ കൾച്ചറിനെ പറ്റിയിട്ട് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആട്ടോ. അവർ കൂടുതലായിട്ട് വിചാരിക്കുന്നത് നമ്മൾ എല്ലാവരും ഇന്ത്യയിലുള്ളവർ ഹിന്ദുക്കളാണ് അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ഹിന്ദുക്കളല്ല കത്തോലിക്കൻസ് ആണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ്. അവരിങ്ങനെ ടി വിയിലും കാര്യങ്ങളിലൊക്കെ കൂടുതലും നമ്മുടെ നോർത്ത് ഇന്ത്യൻ ആ ഒരു കൾച്ചറിനെ പറ്റിയിട്ട് കണ്ടേക്കണം. അപ്പം നമ്മളിവിടെ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് വേറൊരു കൾച്ചറാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെയാണ് അവർ കാണിക്കാറ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇവിടെ നഴ്സിംഗ് ഹോസ്പിറ്റലിലും പഠിക്കാൻ വരാണെങ്കിൽ ക്രാങ്കൻ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഒത്തിരി പഠിക്കണം, നഴ്സിങ്ങിനെ പറ്റി ഒത്തിരി നന്നായിട്ട് പഠിക്കണം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഒക്കെ ഉള്ള ആളാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഓൾഡ് ഏജ് ഹോം അങ്ങനത്തെ ഇതിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ആളുകളെ പരിചയപ്പെടാൻ പറ്റും. പക്ഷെ അവരവിടെ പെർമനൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു എന്താ റൊട്ടീൻ അറിയാൻ പറ്റും. കുറച്ച് നാൾ ജോലി ചെയ്യുമ്പോൾ അവരുടെ റൊട്ടീൻ ഇതാണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ ആ ഒരു ഇതിലായിപ്പോവും. പക്ഷെ ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ ഒരാൾ 2-3 ദിവസമൊക്കെ നിൽക്കുള്ളൂ. അപ്പം നമുക്ക് എപ്പോഴെപ്പോഴും പുതിയ ആളുകളെ കാണാൻ പറ്റും. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒത്തിരി പഠിക്കാനുണ്ടാവും. ഇവിടെ നമ്മൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ എല്ലായിടത്തും വർക്ക് ചെയ്യണം. ഓൾഡ് ഏജ് ഹോം, ഹോസ്പിറ്റൽ, സിഷിയാട്രി, അങ്ങനെ പീഡിയാട്രി, അങ്ങനെ എല്ലായിടത്തും വർക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ ഇൻസൈറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. കാരണം നമുക്ക് ബോറടിക്കില്ല. ഇവിടെ നമ്മൾ രാവിലത്തെ ഒരു കെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യാനില്ല ഓൾഡ് ഏജ് ഹോമിലൊക്കെ. പക്ഷേ ഹോസ്പിറ്റലിൽ അങ്ങനെയല്ല. നമുക്ക് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനും ഇങ്ങനെ എല്ലാം നമുക്ക് നേഴ്സുമാരോട് അസിസ്റ്റ് ചെയ്യാനും നമുക്ക് ബോറടിക്കാത്തൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഇതുള്ളവർക്ക് അതായിരിക്കും കുറച്ചുകൂടി ഇഷ്ടപ്പെടുക. അപ്പോൾ ഇവിടുത്തെ വെക്കേഷനും കാര്യങ്ങളും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇതൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ ഷൂളയിൽ നിന്നാണ്. പലർക്ക് പല രീതിയിലാണ് കേട്ടോ. ചിലർക്ക് ആർബിറ്റ് സ്കേബറാണ് കൊടുക്കുന്നത്, ചിലർക്ക് ഷൂളയിൽ നിന്നാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ ഓൾറെഡി ഞങ്ങൾ ജോയിൻ ചെയ്ത ആ സമയത്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വെക്കേഷൻ പ്ലാന്. അതൊരു ഫിക്സഡ് ആണ്. ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യമായിട്ട് തരുന്നത്. അപ്പോൾ തരുമ്പോൾ ഒരു പ്രാവശ്യം ഒരു 19-20 ദിവസം, അടുത്ത സെറ്റും 19-20 ദിവസം, അങ്ങനെ ഒരു 40-42 ദിവസമായിട്ടാണ് ഒരു കൊല്ലത്തെ നമുക്ക് വെക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ അടുത്തൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു, നാട്ടിലൊക്കെ പോയി അടിച്ചു പൊളിച്ചു. അങ്ങനെ 2024 ഒരു അടിപൊളി വർഷമായിരുന്നു എനിക്ക്. കാരണം ഭയങ്കര ടെൻഷൻ അടിച്ചൊരു വർഷമായിരുന്നു. നമുക്ക് വന്ന സമയം തൊട്ട് ആർബിറ്റ് സ്കേബർ മാറണം, അതേപോലെ വീട് അവരുടെ ആയതുകൊണ്ട് വീട് മാറണം, നാട്ടിൽ പോകണം, വന്ന പാടെ തന്നെ നാട്ടിൽ പോകണം എന്ന് എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ എല്ലാം കൂടി ചെയ്യാൻ പറ്റിയൊരു അടിപൊളി വർഷമായിരുന്നു 2024. അപ്പോൾ അത്രേ ഉള്ളൂ.